എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. വളരെ എളുപ്പത്തിൽ അതീവ രുചിയിൽ തയ്യാറാക്കിയെടുത്ത ചമ്മന്തിയാണ് ഇന്നത്തെ റെസിപ്പി. ദോശയുടെയും ഇഡ്ലിയുടെയും കൂടെ മാത്രമല്ല, ചോറിൻ്റെ കൂടെ കഴിക്കാനും സൂപ്പർ ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെ ഒരു ചമ്മന്തിയും അല്പം തൈരും ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് വേറെ ഒരു കറിയുടെ ആവശ്യമില്ല. ഇതുപോലൊരു ചമ്മന്തി ട്രൈ ചെയ്ത് നോക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കിയെടുത്തിരിക്കുന്നതെന്ന് വീഡിയോ എല്ലാവരും കണ്ടു നോക്കൂ. റെസിപ്പി തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട ഈ ഒരു ചമ്മന്തി തയ്യാറാക്കിയെടുക്കാനായിട്ട്. ഇനി നമ്മൾക്ക് സ്റ്റൗ ഓൺ ചെയ്തിട്ട് ഒരു പാൻ വെച്ച് കൊടുക്കുക. അതിനകത്തേക്ക് ചേർത്ത് കൊടുത്തത് വെളിച്ചെണ്ണയാണ്. 1 സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നു കഴിയുമ്പം അതിനകത്തേക്ക് കുറച്ച് ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുക്കുക. 1.25 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് ചമ്മന്തി തയ്യാറാക്കിയെടുക്കേണ്ടത് അതനുസരിച്ച് അളവുകൾ കൂട്ടിയും കുറച്ചും എടുക്കുക കേട്ടോ. ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഇതിപ്പം പകുതിയോളം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. തീ കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ ഇത് ചെയ്തെടുക്കാനായിട്ട്. ഈ ഒരു സമയത്ത് ചെറിയുള്ളി ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ ഒരു 20ഓളം ചെറിയുള്ളി ഉണ്ട്. ചെറിയുള്ളിയിൽ തയ്യാറാക്കിയെടുക്കുമ്പോഴാണ് ഈ ഒരു ചമ്മന്തിക്ക് ടേസ്റ്റ് കിട്ടുക. ചെറിയുള്ളി ഇല്ലെങ്കിൽ മാത്രം സവാള എടുക്കൂ കേട്ടോ. ഉള്ളി ചെറുതായിട്ടൊന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. 6-7 അല്ലി വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ചിലവർക്ക് വെളുത്തുള്ളിയുടെ ആ ഒരു ഫ്ലേവർ തീരെ ഇഷ്ടമുണ്ടാവില്ല. അങ്ങനെയുള്ളവർ വെളുത്തുള്ളി അവോയ്ഡ് ചെയ്തോളൂ കേട്ടോ. വെളുത്തുള്ളി ചേർക്കാതെ നമുക്ക് ഈ ഒരു ചമ്മന്തി തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. ഈ സമയത്ത് നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരണം കേട്ടോ. ഇനി നമ്മൾക്കിതിനകത്തേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് ചേർത്ത് കൊടുക്കുക. വറ്റൽ മുളകാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്, 5 എണ്ണം. അപ്പോൾ എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. മുളക് പൊടി ചേർത്തിട്ട് ഈ ചമ്മന്തി തയ്യാറാക്കിയെടുക്കരുത്, അത്ര ടേസ്റ്റ് കിട്ടില്ല. ഈ ഒരു വറ്റൽമുളകിന് അത്യാവശ്യം കുറച്ച് കളറുള്ളത് കൊണ്ട് ഞാൻ ഇതാണ് ചേർത്ത് കൊടുത്തത്. ഇനി നിങ്ങളുടെ കയ്യിൽ പിരിയൻ മുളക് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം, നല്ല കളർ കിട്ടും നമ്മുടെ ചമ്മന്തിക്ക്. ഇനി ഇതിനകത്തേക്ക് 2-3 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. കറിവേപ്പില ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. നേരത്തെ ചേർത്ത് കൊടുത്താൽ ഒരുപാട് അങ്ങ് ഫ്രൈ ആയി പോകും. എന്നിട്ട് ഒന്നും കൂടി നല്ലപോലെ ഒന്ന് വഴറ്റി യോജിപ്പിച്ച് കൊടുക്കുക. ഇതിപ്പം ഉള്ളിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയൊക്കെ നല്ലപോലെ ഒന്ന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് കായത്തിൻ്റെ പൊടിയാണ്. ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കരുത്. 1/4 ടീസ്പൂണിലും താഴെ കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഈ ഒരു സമയത്ത് ഞാൻ സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിനകത്തേക്ക് അരയ്ക്കുമ്പം 1-2 ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർക്കാനുണ്ട് കേട്ടോ. സ്റ്റൗവിൽ നിന്ന് ഞാനിതൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. നല്ല പോലെ ആറിയതിന് ശേഷം വേണം ഇത് അരച്ചെടുക്കാനായിട്ട്. ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല പോലെ ആറി കിട്ടിയിട്ടുണ്ട്. ചൂടോടുകൂടി അരച്ചെടുക്കരുത് കേട്ടോ. അത് മിക്സിയുടെ ജാറിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. നമ്മളിതിനകത്തേക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ ടേസ്റ്റ് ഒന്നും കൂടി കൂട്ടി കിട്ടാൻ വേണ്ടിയിട്ട് ഇതിനകത്തേക്ക് കുറച്ച് പുളി ചേർത്ത് കൊടുക്കുക. വാളംപുളിയാണ് എടുത്തിരിക്കുന്നത്. ഒരുപാട് ചേർത്ത് കൊടുക്കരുത്, വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇത് അരച്ചെടുക്കുക. ഇന്ന് ഞാൻ എടുക്കുന്നത് ചമ്മന്തി ആയിട്ടാണ്. നിങ്ങൾക്കിത് ചട്നി ആയിട്ട് എടുക്കണമെങ്കിൽ കുറച്ചും കൂടെ വെള്ളമൊക്കെ ചേർത്തിട്ട് അരച്ചെടുക്കാവുന്നതാണ്. അപ്പം ഞാൻ ഇതൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. ഈ ഒരു രീതിയിലാണ് ഞാനിത് അരച്ചെടുത്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ചട്നി ആയിട്ടാണ് ഇത് തയ്യാറാക്കിയെടുക്കണമെങ്കിൽ വെള്ളം ചേർത്ത് അരച്ചിട്ട് ഒന്ന് കടുക് വറുത്തിട്ടാൽ മതി. ഇതുപോലൊരു ചമ്മന്തി ഇതുവരെയും തയ്യാറാക്കി നോക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കൂ. തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും ആരും മറന്നുപോലെ. മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. താങ്ക്